ഇടുക്കി ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന 2 റിസോർട്ടുകൾ അടച്ചുപൂട്ടുന്നു. കക്കൂസ് മാലിന്യം മുതലപ്പുഴയിലേക്ക് ഒഴുക്കിയതിനെ തുടർന്നാണ് നടപടി. ഫോഗ്, വൈബ് എന്ന റിസോർട്ടുകൾക്കെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്തും സംയുക്തമായാണ് നടപടി സ്വീകരിച്ചത്. ദേവികുളം സബ് കളക്ടർ കെട്ടിടം അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, അതായത് ആരോഗ്യവകുപ്പും ഒപ്പം പഞ്ചായത്തും ചേർന്ന് എടുത്ത നടപടി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? എങ്ങനെയാണ് തീരുമാനം? എപ്പോൾ അടച്ചുപൂട്ടുമെന്നാണ്? ഇന്ന് 3 മണിക്ക് മുമ്പ് അടച്ചുപൂട്ടണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 മണി വരെ ഇവർക്ക് സമയം നൽകിയിരിക്കുകയാണ്. കാരണം ഈ 2 റിസോർട്ടുകളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായതുകൊണ്ട് തന്നെ അവിടെ വിനോദസഞ്ചാരികളടക്കം താമസിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഒഴിഞ്ഞു പോകുന്നതിനടക്കം സമയം നൽകുന്നതിന് വേണ്ടിയാണ് 3 മണി വരെ സമയം നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ പഞ്ചായത്തും റവന്യൂ വകുപ്പും ഒക്കെ കടന്നിരിക്കുന്നത്. ഈ റിസോർട്ടിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം ആരോഗ്യവകുപ്പ് ഇവിടെ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പ് നടത്തുന്ന പരിശോധനയിൽ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. മുതിരപ്പുഴയിലേക്കായിരുന്നു കക്കൂസ് മാലിന്യങ്ങളടക്കം തള്ളുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവർക്ക് നിർദ്ദേശം നൽകുകയും ഇത് ഈ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതിന് ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഈ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത്. തുടർന്ന് ഈ റിസോർട്ട് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ആ നടപടികൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തുണ്ട്. മുമ്പ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് മുതിരപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഈ മുതിരപ്പുഴയുടെ താഴ്ഭാഗത്തേക്കുള്ള ആളുകൾ കുടിവെള്ളമായി അടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുതിരപ്പുഴയിലെ ജലമെന്ന് പറയുന്നത്. കടുത്ത വരൾച്ച നേരിടുമ്പോൾ ഈ പ്രദേശത്തെ ആളുകളുടെ ഏക ഒരു ജലസ്രോതസ് എന്ന് പറയുന്നതാണ് മുതിരപ്പുഴ. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഈ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയതിലും മാലിന്യങ്ങൾ വലിയ തോതിൽ കലർന്നിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഗുരുതരമായ വീഴ്ചയാണ് ഈ 2 റിസോർട്ടുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് രണ്ട് ഉടമകളുടെ റിസോർട്ടാണ്. പക്ഷേ മാലിന്യ സംസ്കരണ സംവിധാനം ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും വളരെ പരിമിതമാണ് എന്നാണ് പരിശോധന നടത്തിയ സബ് കളക്ടർ അടക്കം വ്യക്തമാക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ 4/1 പോലും സംസ്കരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പേരിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയ റിസോർട്ടുകളിൽ ഇത്തരം അനധികൃതമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും തെളിവും മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും 3 മണി വരെ സമയം നൽകിയിരിക്കുകയാണ്. 3 മണിക്കുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിച്ച് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടച്ചുപൂട്ടുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.